ഹായ്, നിങ്ങളൊരു ന്യൂ മമ്മാണെങ്കിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന കുറച്ച് കാര്യം പറഞ്ഞു തരട്ടെ. ഈ ഒരു ബ്രാൻഡിൻ്റെ പല ഐറ്റംസും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇതിലേതെങ്കിലും വാങ്ങണമെന്ന് ഓർത്ത് ഡൗട്ട് അടിച്ചിരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ജെന്യുവൻ ആയിട്ടുള്ളൊരു റിവ്യൂ ഞാൻ പറയാം. ഞാൻ ഈ ബ്രാൻഡിൻ്റെ 3 ഐറ്റംസാണ് വാങ്ങിയിട്ടുള്ളത്. പിന്നെ ഒരു ടിഷ്യൂ പേപ്പറായിരുന്നു, അത് വേറെ. അല്ലാതെ ഇത് 3 ഐറ്റംസാണ് വാങ്ങിയിട്ടുള്ളത്. അതിൽ ഒന്നാമത്തേതാണ് ഈ ടമ്മി റോൾ ഓൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ആയുർവേദിക് ഫോർമുലയാണ്. 0+ മന്ത്സ് ഉപയോഗിക്കുക എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ഉപകാരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഈ കോൺസ്റ്റിപ്പേഷൻ വരിക, ഇൻഡൈജഷൻ വരിക, അതുപോലെ നമുക്കിങ്ങനെ കുഞ്ഞുങ്ങൾക്ക് ഗ്യാസ് പോകാതിരിക്കുക, അതൊക്കെ ആദ്യത്തെ സ്റ്റേജിൽ വരുമല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ ടമ്മിയിൽ റോൾ ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശമനം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ പ്രൊഡക്റ്റ് കൊണ്ട് ഒരു ഉപകാരം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഇത് തേച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു ഇറിറ്റേഷൻ തോന്നും. ഇപ്പോൾ കണ്ടില്ലേ, എൻ്റെ കയ്യിൽ തന്നെ ഞാൻ തൂത്ത് കാണിച്ചാൽ ഇതിങ്ങനെ തൂത്ത് കഴിയുമ്പോൾ ഭയങ്കര ഒരു ഓയിലി ഫോമാണിത്. അപ്പോൾ നമുക്ക് തന്നെ ഒരു ഇറിറ്റേഷൻ തോന്നും. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇത് തേച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങളുടെ ഉടുപ്പയിലും ഒട്ടിപ്പിടിക്കും. പിന്നെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടായി സാധനം. അതുകൊണ്ട് ഇതാണെങ്കിൽ അബ്സോർബ് ആവുമില്ല സ്കിന്നിലോട്ട്. അബ്സോർബ് ആവില്ലേന്ന് ഞാൻ ഓർക്കുന്നത്. കാരണം ഇതൊരു ഒരുമാതിരി ഒരു സ്മെല്ലും ഒക്കെ ഉള്ളൊരു സംഭവമാണിത്. ഭയങ്കര ഓയില് കണ്ടില്ലേ, കൈടുള്ളിൽ തേച്ചിട്ട് പോലും അതിൻ്റെ ആ ഒരു നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ. അപ്പോൾ എനിക്കിതുകൊണ്ട് ഈ ഒരു സാധനം കൊണ്ട് ഒരു ഉപകാരം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഞാൻ എൻ്റെ അനുഭവമാണ് പറയുന്നത്, മറ്റുള്ളവർക്ക് അതാവണം എന്നില്ല കേട്ടോ. പിന്നെ രണ്ടാമത് ഞാൻ മേടിച്ചിട്ടുള്ള ഒരു ഐറ്റമാണ് ഈ ഫാബ്രിക്കിൽ ഉപയോഗിക്കുന്ന ഒരു റോളോണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ കൊതുക്, ഈച്ച അങ്ങനെയുള്ളതിൻ്റെയൊക്കെ ഒരു ബൈറ്റിൽ നിന്ന് നമ്മളെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുഞ്ഞുങ്ങളെ കൊണ്ട് പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ വേണമെങ്കിൽ ഇത് തൂത്ത് കൊടുത്തു കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ല. കാരണം ഇതിൻ്റെ സ്മെല്ലടിക്കുമ്പോൾ അധികം വരികയാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് കൈ പിടിക്കാൻ പറ്റാത്തടത്ത്, അതായത് ഷോൾഡറിൻ്റെ സൈഡിൽ, ഉടുപ്പിൻ്റെ ബാക്കിൽ അങ്ങനെയൊക്കെ തൂത്ത് കൊടുക്കാനേ പാടുള്ളൂ. അത് വലിയ കുഴപ്പമില്ലാത്തൊരു പ്രൊഡക്റ്റാണ്. പിന്നെ മൂന്നാമത്തേതാണ് ഈ പ്രോഡക്റ്റ്. ഇത് ആഫ്റ്റർ ബൈ ടർമറിക് ബാം എന്ന് പറഞ്ഞിട്ടൊരു ബാമാണ്. ഇത് നിങ്ങൾ മേടിച്ചോ, 100% ഉപകാരപ്പെടുന്ന ഒരു ബാമാണ്. 280 രൂപയ്ക്ക് ആണെങ്കിൽ പോലും ഇത് നമുക്ക് ഓഫറിൽ അത്രയൊന്നും കിട്ടത്തില്ല. 110 അത്ര സംതിങ്ങിന് കിട്ടും. ഇത് കണ്ടോ, അത്യാവശ്യം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം ശരിക്കും കൊതുകൊക്കെ കടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് ചുമ്മാ ഇങ്ങനെ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആകുമ്പോഴത്തേനും ആ നീരൊക്കെ നന്നായിട്ട് കുറയും കേട്ടോ. ആ ചുമന്ന ആ ഒരു സ്വെല്ലിങ് അതൊക്കെ നന്നായിട്ട് കുറയും. അപ്പോൾ എനിക്ക് ഈ പ്രൊഡക്റ്റ് വർക്കായത് എങ്ങനെയാണെന്നാണ് ഞാൻ പറഞ്ഞത്. എല്ലാവർക്കും ഇതാവണമെന്നില്ല. 1-2 പേരോടും കൂടെ ചോദിച്ചിട്ട് മാത്രം വാങ്ങി പൈസ കളയുക.